കായംകുളം കോളേജ് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. സെക്രട്ടറി പനക്കൽ ദേവരാജൻ ദേശീയ പതാക ഉയർത്തി. കായംകുളം കോളേജ് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. സെക്രട്ടറി പനക്കൽ ദേവരാജൻ ദേശീയ പതാക ഉയർത്തി. ലഹരിവിരുദ്ധ പ്രതിജ്ഞ അഷ്ടമൻ ചൊല്ലിക്കൊടുത്തു. ഡോക്ടർ റസിയ ബായി, ട്രഷറർ നസീർ പടനിലത്ത്, മാണിക്യം, സൈനുലാബ്ദീൻ, മോഹനൻ, സുമാ ദേവരാജൻ, കരുണാകരൻ, രവി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പുഷ്പാർച്ചനയും നടത്തി. ബ്രിട്ടീഷുകാരിൽ നിന്നും വളരെ പ്രയത്നത്തോടുകൂടി ഗാന്ധിജി, നെഹ്റു തുടങ്ങിയ ഒട്ടനവധി നേതാക്കളുടെ പരിശ്രമത്തിൻ്റെ ഫലമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇതുവരെയും കാണാത്ത രീതിയിലുള്ള സാമൂഹ്യപരമായ പ്രവർത്തനത്തിലൂടെയും ജാതി മത രാഷ്ട്രീയ ചിന്തകളുടെ എല്ലാം വ്യത്യാസത്തിൽ ഇന്ന് നമ്മുടെ രാജ്യം വളരെ നല്ല ഭംഗിയിൽ വിപുലമായി എല്ലാവരും അതിൻ്റെ മണികളെ പോലെ കൊണ്ടു നടക്കുവാൻ ഇന്ത്യ മഹാരാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ഉണ്ടായതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധിജിയുടെ പരിശ്രമത്തിൻ്റെ ഫലമായി വളരെ സമാധാനപരമായി ഇവിടെ സമരം ചെയ്തുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിലെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരിൽ നിന്നും, അതായത് നമ്മുടെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ പുറമെയായിരുന്ന ബ്രിട്ടീഷുകാരിൽ നിന്നും സമാധാനപരമായി ഇന്ത്യ മഹാരാജ്യത്തെ മോചിപ്പിച്ച് ഇന്ന് സ്വാതന്ത്ര്യം ലഭിച്ച 79ാമത് വാർഷിക ദിനവും കൂടിയായതിൻ്റെ പേരിൽ ഇവിടെ കായംകുളം കോളേജ് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള ഈ ചടങ്ങിൽ എത്തിയ മുഴുവൻ ആൾക്കാരെയും സ്വാഗതം ചെയ്യുകയും ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി ജയ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ഗാന്ധിജി പറയുകയുണ്ടായി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറയുമ്പോൾ ആ ജീവിതത്തെ എന്തെല്ലാം ലോകജനതയെ സൃഷ്ടിക്കാൻ എൻ്റെ ജീവിത സന്ദേശമാണ് എൻ്റെ ഉദ്യോഗം എന്ന് പറയണമെങ്കിൽ ഗാന്ധിജി രാജ്യത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്കിന്ന് ഇന്ത്യയിൽ സ്വതന്ത്രമായി ജീവിക്കാനും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നേടുന്ന ഗാന്ധിജിക്ക് അഭിമാനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാവർക്കും രേഖപ്പെടുത്തിയിട്ടുണ്ട്. CD Net News, കായംകുളം.